വെൽക്കം ടു മൈ ചാനൽ. നമസ്കാരം, വണക്കം. അപ്പോൾ ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾക്കൊരു കാര്യം പ്രൊമോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു പബ്ലിസിറ്റി കൊടുക്കുകയാണെങ്കിൽ 10 പൈസയുടെ ചിലവില്ലാതെ സംഗതി സോഷ്യൽ മീഡിയയും യൂട്യൂബിൽ എല്ലാവരും ഏറ്റെടുക്കും. ഇപ്പോൾ അടുത്തിടെ വന്നിട്ട് ഇങ്ങനൊരു സംഭവത്തിനെ കുറിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ കാണാനിടയായി. മിസ്സസ് ആൻഡ് മിസ്റ്റർ ബട്ട്ലർ എന്ന് പറഞ്ഞ ഒരു സിനിമയുടെ റിലീസിനെ കുറിച്ചിട്ട് ഉള്ള ചില വാർത്തകളായിരുന്നു കാണാനിടയായത്. അപ്പോൾ അതിനെക്കുറിച്ച് ചില വിഷയങ്ങൾ സംസാരിക്കാനായിട്ട് ആണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ അതാണ് പ്രധാനമായിട്ടും പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ സിനിമയിൽ പ്രധാനമായിട്ടുള്ള ക്യാരക്ടേഴ്സ് കൈകാര്യം ചെയ്യുന്നത് അനശ്വര രാജനും പിന്നെ ഇന്ദ്രജിത്ത് തുടങ്ങിയവരൊക്കെ അഭിനയിക്കുന്ന സിനിമയാണ്. അപ്പോൾ അത് മുമ്പ് തന്നെ റിലീസാകേണ്ട ഒരു സിനിമ ആയിരുന്നാലും പല കാരണങ്ങൾ കൊണ്ടും അതിൻ്റെ റിലീസ് ഇങ്ങനെ നീണ്ടു പോവുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇതിൻ്റെ ഈ ഫിലിമിൻ്റെ ഡയറക്ടർ ദീപു കരുണാകരൻ അനശ്വരയ്ക്കെതിരെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെന്താണെന്ന് ആദ്യം കേട്ടിട്ട് തിരിച്ചു അല്ല, ഒരു ഇന്റർവ്യൂ കൊടുത്തപ്പോൾ അതിൽ വന്നൊരു വിഷയം ഭയങ്കരമായിട്ട് ഫ്ലെയറപ്പ് ആയതാണ് ഇപ്പോൾ സംഭവിച്ചത്. അല്ലെങ്കിൽ ഈ ഒരു വിഷയം പറയാൻ വേണ്ടിയിട്ട് ചാനലിലേക്ക് വന്നതുമല്ല. ഫ്ലെയറപ്പ് ആയപ്പോൾ നമുക്ക് നമ്മുടെ നിലപാട് വ്യക്തമായി പറയണം. അതിൽ ഞാൻ മാറുന്നൊന്നുമില്ല. സംഭവിച്ചത് സിനിമയുടെ പാട്ടുകളും ട്രെയിലറും റിലീസ് ചെയ്യാനുള്ള സമയത്ത് ഏറ്റവും കൂടുതൽ ആ പറയുന്ന ആർട്ടിസ്റ്റിന് എന്താ പറയാനായിട്ട് ഫോളോവേഴ്സുള്ള ഇൻസ്റ്റാ പേജിൽ കൂടെ അത് ഫോളോ ചെയ്യണമെന്ന് നമ്മുടെ ആഗ്രഹമാണ്. അതാണ് നമ്മുടെ പ്രൊമോഷൻ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അതിലൂടെ പ്രൊമോട്ട് ചെയ്യാൻ വിസമ്മതിച്ചു. അപ്പോൾ അതൊരു ഭയങ്കര ഡീമോറലൈസിങ് ആയിട്ടുള്ളൊരു ഇതായി. അപ്പോൾ ഇതിപ്പം പറയുന്നതെന്ന് പറഞ്ഞാൽ എല്ലാ ആർട്ടിസ്റ്റുകളും പ്രൊമോഷന് വരണം. അതൊരു പടത്ത് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വെച്ച് മാത്രം ഒരു വിമുഖത കാണിക്കരുത് എന്നുള്ള എൻ്റെ ഒരു റിക്വസ്റ്റ് ആയിട്ടാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. ബാക്കി എല്ലാം വിട്ടുള്ളൂ. എൻ്റെ ഭാഗത്ത് തെറ്റുകളുണ്ടാവാൻ ഞാൻ വിളിച്ച് പറഞ്ഞ രീതി അല്ലെങ്കിൽ റിയാക്ട് ചെയ്ത രീതിയൊക്കെ ഈ പറയുന്ന എല്ലാവരെയും വിഷമിപ്പിച്ചിട്ടുണ്ടാവും. എങ്കിലും ഞാൻ പറയാണ്, എൻ്റെ ഉദ്ദേശം ഒറ്റ മാത്രമേ ഉള്ളൂ, പ്രൊമോഷൻസ് നന്നായി ചെയ്യണം. അത് സിനിമയെ ഹെൽപ്പ് ചെയ്യും. കാരണം സിനിമ അത്ര ഒരു ബുദ്ധിമുട്ട് ഘട്ടത്തിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും അത് സഹകരിക്കണം. അത് ഇന്ന സിനിമ ഈ സിനിമയ്ക്കൊരു പ്രത്യേക രീതി അല്ലെങ്കിൽ വേറൊരു സിനിമയ്ക്ക് സൂപ്പർ സ്റ്റാറുള്ള സിനിമകൾക്ക് വേറൊരു രീതി ഒന്ന് കാണിക്കാതെ കമ്മിറ്റ് ചെയ്ത എല്ലാ സിനിമകളിലും അവർ ആരാണ്. അപ്പോൾ ദീപുവിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, സിനിമയുമായിട്ട് ബന്ധപ്പെട്ട പോസ്റ്റർ വന്നിട്ട് തൻ്റെ ഇൻസ്റ്റാ പേജിൽ ഷെയർ ചെയ്യാനായിട്ട് അനശ്വര വിസമ്മതിച്ചു എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. ഇപ്പോൾ സാധാരണ സിനിമ കരാറിലൊക്കെ ഏർപ്പെടുമ്പോഴേക്കും അഭിനയിച്ചാൽ മാത്രം പോരാ, അതിൻ്റെ പ്രൊമോ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിലുമൊക്കെ പങ്കെടുക്കണം എന്നുള്ളൊരു കരാറോട് കൂടി തന്നെയാണ് അഭിനയിക്കാനുള്ള ഇതിലൊക്കെ ഏർപ്പെടുന്നത്. അപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ ഇങ്ങനെയല്ലായിരുന്നു. സംഭവം ആകെ വ്യത്യസ്തമായിരുന്നു. ഈ നടന്മാരും നടിമാരും ഒക്കെ സിനിമയിൽ അഭിനയിക്കുന്നത് മാത്രമായിരുന്നു അവരുടെ ജോലി. പിന്നെ അതിൻ്റെ പ്രൊമോഷനും മറ്റു കാര്യങ്ങളും ഒക്കെ അവർ ഇടപെടാറില്ലായിരുന്നു. പക്ഷേ ഇന്ന് കാലം മാറി. സിനിമയിൽ അഭിനയിക്കുക മാത്രമല്ല, അതിൻ്റെ പ്രൊമോ സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഇപ്പോൾ ഓൺലൈനിൽ വരുന്ന ഇൻ്റർവ്യൂവിൽ ഉൾപ്പെടെ മീഡിയാസിലൊക്കെ ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഇൻ്റർവ്യൂസ് വരാറുണ്ട്. അപ്പോൾ ആ പ്രൊമോയിലും ഒക്കെ ഇവർ പങ്കെടുക്കണം എന്നാണ് ഇന്നത്തെ കാലത്ത് ഇതിൻ്റെ ഒരു കിടപ്പ് വശം. അപ്പോൾ ഈ ഓൺലൈൻ ഇൻ്റർവ്യൂവിൽ ഇതിനെ കുറിച്ചിട്ട് ഈ പ്രൊമോയിലൊക്കെ പങ്കെടുക്കുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഈ സിനിമയിൽ അഭിനയിക്കുന്നതിനേക്കാളും കഷ്ടമുള്ളൊരു ഏർപ്പാടാണ്. കാരണം ഈ ഇൻ്റർവ്യൂവിലൊക്കെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നവർ പലപ്പോഴും സിനിമയുമായിട്ട് പല ബന്ധം പോലും ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ചിട്ടും പേഴ്സണൽ വിഷയങ്ങളെക്കുറിച്ചിട്ടും ഒക്കെയാണ് സംസാരിക്കുന്നത്. ഈ കുത്തി പലതും ചോദിക്കുക, പരിഹസിക്കുക, അനാവശ്യങ്ങളൊക്കെ ചോദിക്കുക. അപ്പോൾ ഈ പ്രൊമോയിൽ പങ്കെടുക്കുമ്പോഴേക്കും ഇതിനൊക്കെ മറുപടി പറയാതെ പാതിയിൽ വെച്ചിട്ട് എണീറ്റ് പോകാനും പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇവരിൽ പലരും. കാരണം പെട്ടും പോയി, ഒന്നും പറയാനും വയ്യ, പറയാതിരിക്കാനും വയ്യ. ഇപ്പോൾ പബ്ലിക്കായിട്ട് ഇങ്ങനത്തെ പല പേഴ്സണലായിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കുമ്പോഴേക്കും മിണ്ടാതിരിക്കാനും പറ്റില്ല. ഇങ്ങനത്തെ ഓരോരോ അവസ്ഥയാണ് ഇവരൊക്കെ നേരിടേണ്ടത്. പിന്നെ എത്രയോ ചാനലുകളിൽ ഇതുപോലെ പ്രൊമോ ഇതിനെ സംബന്ധിച്ചിട്ടുള്ള ഇൻ്റർവ്യൂസിലൊക്കെ ഇവർക്ക് പങ്കെടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക, ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലെ പല ചാനലുകളിലും ഈ അനശ്വരം വന്നിട്ട് ഈ പ്രൊമോ ചെയ്യുന്ന കരാറ് ലംഘിച്ചു എന്നൊക്കെ ഈ പുള്ളിക്കാരൻ വന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിൽ പുള്ളിക്കാരൻ ഇതിനെക്കുറിച്ചിട്ട് പറഞ്ഞ വാർത്ത കേട്ടിട്ട് തിരിച്ചു വരാം. അതിന് ഒരു പ്രത്യേക കാരണമില്ലാതെ വരുന്നത് എങ്ങനെയാണ്? നമ്മൾ എന്ത് വിശ്വാസത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്? ഇപ്പോൾ പൈസ കൊടുക്കാത്തത് കൊണ്ടാണ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. കൃത്യമായി എണ്ണി പറഞ്ഞ് എൻ്റെ കയ്യിലെ മെസ്സേജുകളെല്ലാം തന്നെയുണ്ട്. ചോദിച്ചു വാങ്ങിച്ചിട്ടാണ് ഷൂട്ടിങ്ങിന് പലപ്പോഴും വന്നിട്ടുള്ളത്. അപ്പം നമുക്കത്രയല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ
അപ്പോൾ ഇതിൻ്റെ പണമൊക്കെ പുള്ളിക്കാരി ചോദിച്ച് വാങ്ങിച്ചു എന്നാണ് ദീപു പറയുന്നത്. പക്ഷേ പ്രൊമോട്ട് ചെയ്യാനായിട്ട് വിസമ്മതിച്ചു എന്നുള്ള പരാതിയാണ് ദീപുവിനുള്ളത്. ഇതിനെക്കുറിച്ചിട്ട് പുള്ളിക്കാരൻ വന്നിട്ട് റിപ്പോർട്ടർ ടി വിയിലും വന്ന് സംസാരിച്ചിരുന്നു. അതിനെക്കുറിച്ചിട്ട് കൂടി കുറേ ഭാഗങ്ങൾ കേട്ടിട്ട് തിരിച്ചു വരാം. പല പോസ്റ്റ് കോവിഡിന് ശേഷമുള്ള കാലത്താണ് ഞാൻ ഈ പറയുന്നത്. അവരെ വിചാരം ഇത് OTT ഒക്കെ ഭയങ്കരമായിട്ട് കച്ചവടം, ഇത്ര രൂപയുണ്ട് അത്ര രൂപ. എന്തിനും ഇനി അടുത്ത കാരണങ്ങൾ ഞാൻ പറയാം. ക്യാരവാനിൽ പൈസ തന്നിട്ട് ക്യാരവാനിൽ നിന്ന് ഇറങ്ങുമെന്ന് പറഞ്ഞ ആർട്ടിസ്റ്റുകളുണ്ട്. ഞാൻ ഷൂട്ട് നിർത്തിവെക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അവസാനം ഞാൻ അസോസിയേഷനെ അന്ന് രാവിലെ ഇൻവോൾവ് ചെയ്യിച്ച് എങ്ങനെയെങ്കിലും ഇത് സ്റ്റാർട്ട് ചെയ്യണം. അതായത് മുഴുവൻ പൈസ പോലുമില്ല, അങ്ങനത്തെ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇന്ന ഹോട്ടലിൽ ഇന്ന റൂം എനിക്ക് വേണമെന്ന് വാശി പിടിച്ച താരങ്ങളുണ്ട്. അപ്പം ഞാൻ പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ മാലയായിട്ട് ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞാൽ ഇതിനൊരു എൻഡ് കാണത്തില്ല. അങ്ങനെ മനസ്സിലല്ലേ? നാളെ രാവിലെ ഇത്ര രൂപ എൻ്റെ അക്കൗണ്ടിൽ പൈസ വന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ലൊക്കേഷനിൽ നിന്ന് ഇറങ്ങി പോകുമെന്ന് പറഞ്ഞ നടന്മാരുണ്ട്. അപ്പം അതെല്ലാം ഞാൻ അതാ പറഞ്ഞു, ഞാൻ അതിലേക്കൊക്കെ കടന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വരിയായിട്ട്. പക്ഷേ അത് സിനിമയ്ക്കും ഗുണം ചെയ്യത്തില്ല, പേഴ്സണലി എനിക്കും ഗുണം ചെയ്യത്തില്ല. അതുകൊണ്ട് ഞാനത് പറയാതിരിക്കുകയാണ്. ഇത് എല്ലാ നടന്മാരും ഇങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. നമുക്ക് പറ്റിയ ദുരനുഭവം 1-2 ആൾക്കാരിൽ നിന്ന് മാത്രമാണ്. അവരെക്കുറിച്ച് മാത്രം നമുക്ക് പറയാം. സാധാരണ കണ്ടിട്ടുള്ളത് ഇതുപോലെയുള്ള വിവാദങ്ങളിൽ നടന്മാർക്ക് പങ്കുണ്ടെങ്കിൽ അത് അത്രയ്ക്ക് ഒരു ചർച്ചാ വിഷയമായിട്ട് മാറാറില്ല. പക്ഷേ പ്രധാനമായും നടികളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു വീഴ്ച വന്നാൽ ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ ചൂടുള്ള ഒരു ചർച്ചാ വിഷയമായിട്ടും അതൊക്കെ വലിയ വലിയ വാർത്തകളായിട്ടും മാറാറുണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ചും ഇതിനെക്കുറിച്ചിട്ട് സംസാരിക്കുവാനും അതുപോലെ തെറി വിളിക്കുകയോ പിന്നെ മോശപ്പെട്ട നെഗറ്റീവ് കമൻസ് ഇടുകയോ അങ്ങനെ പല പല ജോലികളിൽ ഏർപ്പെടുന്ന ധാരാളം കണ്ണും നട്ട് ഇതിനു വേണ്ടി തന്നെ ഇരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരൊക്കെ ധാരാളം നെഗറ്റീവ് കമൻസ് ഇതിന് താഴെയൊക്കെ ഇടാറുണ്ട്. ഇതിനൊക്കെ മറുപടിയായിട്ട് അനശ്വര വന്നിട്ട് കുറേ പോസ്റ്റൊക്കെ ഷെയർ ചെയ്തിരുന്നു. അതിലും പുള്ളിക്കാരി വ്യക്തമായിട്ട് തന്നെ കാര്യങ്ങളെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്. എന്തായാലും ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സോഷ്യൽ മീഡിയ വഴി ആരോപണങ്ങളും പരസ്പരം അത് ഇതുവരെ എത്തുന്ന എന്ത് ലെവൽ വരെയാണ് ഇവരിത് കൊണ്ടുപോകും എന്നുള്ളത് ഇപ്പോഴും അറിയാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ എന്ത് തന്നെയായാലും ഈ ഒരു ഒറ്റ കാര്യം കൊണ്ട് തന്നെ ഈ സിനിമയെ പറ്റി കേട്ടിട്ട് പോലും ഇല്ല ഞാൻ. ഈ സോഷ്യൽ മീഡിയ വഴിയാണ് ഇങ്ങനെ ഒരു സിനിമ ഉണ്ടെന്നുള്ള വിവരം തന്നെ അറിയുന്നത്. അപ്പോൾ ഇവരെക്കുറിച്ചൊക്കെ കേൾക്കുന്നതുമൊക്കെ ആദ്യമായിട്ട് ഈ അടുത്തിടെ ഇതിനെക്കുറിച്ചിട്ടുള്ള ധാരാളം വാർത്തകൾ കണ്ടിരുന്നു. അപ്പോൾ ഇന്നത്തെ കാലത്ത് പ്രൊമോഷന് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങളും അരങ്ങേറുന്നുണ്ട് എന്ന് കണ്ടിട്ടാണ് ഇതിനെക്കുറിച്ചിട്ട് കുറേ സംസാരിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ പണ്ടുള്ള സിനിമയും അഭിനയവും അങ്ങനത്തെ കാര്യങ്ങളും ആ കാലമൊക്കെ മാറി ഇന്ന് അതെവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ഞാനിതിൽ പ്രത്യേകം ശ്രദ്ധിച്ചത്. അപ്പോൾ ഇതൊക്കെ പുതിയ പുതിയ അറിവുകളാണ്. സോഷ്യൽ മീഡിയ വഴി ഓരോ ദിവസവും ഇങ്ങനത്തെ പുതിയ പുതിയ പല സംഭവങ്ങളും അരങ്ങേറുന്നതായിട്ട് കാണാൻ ഇടയായി. അത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ നിങ്ങളിൽ പലരും അനശ്വരയുടെ അതുപോലെ തന്നെ ഫിലിമിനെ കുറിച്ചിട്ട് എത്ര പേർക്ക് നിങ്ങൾക്ക് അറിയാം ഇങ്ങനെ ഒരു സിനിമ ഉള്ളതും അതിൻ്റെ റിലീസിനെ പറ്റിയിട്ടുമൊക്കെ അറിയാവുന്നവരുണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഒരു നെഗറ്റീവ് രീതിയിലുള്ള ഒരു പ്രൊമോ കാരണം തന്നെ ഇതിപ്പം എന്നെപ്പോലെ ഈ സിനിമയുടെ പേര് ഇങ്ങനൊരു സിനിമ ഉണ്ടെന്നുള്ളത് അറിയാത്ത എനിക്ക് പോലും ഇതൊക്കെ കേട്ട് ഇതുപോലെ ഇങ്ങനെയുള്ളൊരു സിനിമയൊക്കെ ഉണ്ടെന്നുള്ളത് ഇതുവഴിയാണ് ഞാൻ ആദ്യമായിട്ട് അറിയാനായിട്ട് ഇടവന്നത്. അപ്പോൾ അത് തന്നെ യഥാർത്ഥത്തിൽ ഒരു നല്ലൊരു പ്രൊമോഷനായിട്ട് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്ത് അഭിപ്രായമാണ് പറയാനുള്ളത്? അത് മറക്കാതെ ഷെയർ ചെയ്യുക. അനശ്വരയെക്കുറിച്ചിട്ട് എത്ര പേർക്ക് അറിയാം? നിങ്ങൾ എന്ത് വിചാരിക്കുന്നു? ആരുടെ ഭാഗത്താണ് ഇതിൽ ന്യായം? ഡയറക്ടർ പറയുന്നതാണോ ന്യായമല്ല അനശ്വരയുടെ പക്ഷത്താണോ ന്യായം? നിങ്ങൾക്ക് എന്ത് ആത്മാർത്ഥമായിട്ടുള്ള അഭിപ്രായമാണെങ്കിലും അത് തുറന്ന് തന്നെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള അടിപൊളി സംഭവങ്ങളൊക്കെ ഇടയ്ക്കിടെ സോഷ്യൽ മീഡിയയിൽ പല രീതിയിലും രൂപത്തിലും ഭാവത്തിലുമൊക്കെ ഓരോരോ കാര്യങ്ങൾ നടന്ന് കാണുമ്പോഴേക്കും യഥാർത്ഥത്തിൽ കാലം പോയ പോക്കെ എന്ന് ചിന്തിക്കാതെ പിന്നെ വേറെ എന്ത് ചെയ്യാനാണ്. ഇതുപോലെ വേറെ ടോപ്പിക്കുമായിട്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അടുത്ത വീഡിയോയിൽ എല്ലാവരെയും കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.